ആ നമ്മുടെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ പറയാം. ഇങ്ങനെ വിമാനം കാണിച്ചെടുക്കാം. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ്. കാഞ്ചീപുരത്ത് പ്രധാനപ്പെട്ട ഒരു കാഞ്ചീപുരത്തുള്ള ഏറ്റവും പഴയ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിളാണിത്. പാണ്ഡവദൂതർ ടെമ്പിൾ. ഇത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഏകദേശം 2000-ന് മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ്. കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഒന്ന് ഉലകളന്ത പെരുമാൾ ക്ഷേത്രം, അതാണ് ഒന്നാമത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ. അടുത്ത രണ്ടാമത്തത് ഈ ക്ഷേത്രമാണ്, പാണ്ഡവദൂത ടെമ്പിൾ. ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഭയങ്കര ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഉത്സവമൂർത്തി വിഗ്രഹം മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പെടുള്ളൂ. പക്ഷേ നോക്കുമ്പോൾ ഭഗവാന്റെ കാല് തൊട്ട് 25 അടി ഹൈറ്റിലാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നുള്ള കഥ എന്ന് പറയുന്നത്, ഭഗവാൻ പാണ്ഡവരുടെ ദൂതുമായിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്ത് പോകുമ്പോൾ ദുര്യോധനൻ കൃഷ്ണനെ പിടിച്ച് കെട്ടാന്ന് വിചാരിക്കും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അർദ്ധപത്മാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഹസ്തിനപുരത്തിലെ സഭയിൽ. അപ്പോൾ ദുര്യോധനൻ പിടിച്ച് കെട്ടാന്ന് നോക്കുമ്പോൾ ഭഗവാൻ വിശ്വരൂപം അങ്ങോട്ട് ആ ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് വലുതാവും. അപ്പോൾ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഇത് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നാ പറയുന്നത്. അങ്ങനെ ഒരു വിഷൻ കൊടുക്കും ഭഗവാൻ. അപ്പോൾ ധൃതരാഷ്ട്ര ഈ വിശ്വരൂപം കണ്ടപാട് ധൃതരാഷ്ട്ര പറയും, ഇനി എനിക്ക് വേറൊരു കാഴ്ചയും കാണണ്ട, എൻ്റെ കാഴ്ച പിന്നെയും എടുത്തേക്കും എന്ന് പറയും. അങ്ങനെ ധൃതരാഷ്ട്രർക്ക് ആ വിശ്വരൂപ ദർശനം ധൃതരാഷ്ട്രർക്ക്, ദുര്യോധനർക്ക്, ഭീഷ്മർക്ക്, വിതുരർക്ക് ഒക്കെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. ആ രൂപമാണ് ഇവിടെ ഉള്ള രൂപം. ഈ ക്ഷേത്രത്തിൻ്റെ ഇത് ഭദ്രവിമാനം എന്നാണ് ഈ വിമാന മൂർത്തിയുടെ പേര്. ഈ ഭദ്രവിമാനത്തിൻ്റെ അകത്ത് ഭഗവാന്റെ ആ ഉള്ളിലുള്ള ആ രൂപം എന്ന് പറഞ്ഞാൽ 25 അടി ഹൈറ്റിൽ ഒരാൾ അങ്ങനെ ഇരിക്കുകയാണ്, ഒത്ത മനുഷ്യനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു ക്ഷേത്രമായിട്ട് പുറത്തുനിന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും, അകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ തൊഴുമ്പോഴും ആ ഉത്സവമൂർത്തിയായിട്ട് ഭഗവാനും അപ്പുറത്ത് ഭൂദേവി, ശ്രീദേവി, അങ്ങനെ ഒരു ഉത്സവമൂർത്തി മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ ഫസ്റ്റ് പെടുള്ളൂ. കാരണം അകം മുഴുവൻ ഇരുട്ടാണ്. അപ്പം നോക്കുമ്പോൾ ഇരുട്ടിനുള്ളിൽ ഒരു കാല്, ഒരു മനോഹരമായ ഒരു വലിയൊരു കാല്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ ആ ദുര്യോധനൻ പിടിച്ച് കെട്ടാൻ നോക്കിയില്ലേ ഭഗവാനെ, അതേ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഞങ്ങളിങ്ങനെ കാല് മാത്രമേ ആദ്യം കാണുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ നോക്കി നോക്കി മേലോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണെത്താത്തത് ഉയരത്തിൽ ഭഗവാന്റെ രൂപം. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ക്ഷേത്രമാണ് കാഞ്ചീപുരത്തുള്ള ഈ പാണ്ഡവദൂതർ പെരുമാൾ ക്ഷേത്രം. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇവിടെ ശ്രീകൃഷ്ണനെ കൂടാതെ രുക്മിണി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ സുദർശന ചക്രത്തിന്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. കാഞ്ചീപുരത്ത് വരികയാണെങ്കിൽ ഈ ക്ഷേത്രം 17 ദിവ്യ ദേശങ്ങളാണ്. അതായത് വൈഷ്ണവരുടെ ദിവ്യപ്രബന്ധത്തിൽ 4000 ശ്ലോകത്തിൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തരെ കുറിച്ചിട്ട്, ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നത്. 108 ദിവ്യദേശങ്ങളിൽ 106 ഭൂമിയിലാണ്, 2 മുകളിലാണ്, വൈകുണ്ഠവും ഗോലോകവും. അപ്പൊ അവിടെ എത്താനുള്ള പുണ്യം നമ്മൾ ആർജിക്കണമെങ്കിൽ ഇതുപോലുള്ള ദിവ്യദേശങ്ങൾ നമ്മൾ കാണണം. ഇവിടെ ഇരുന്നിട്ടാണ് ആഴ്വാർമാരെ ഈ ദിവ്യ പ്രബന്ധങ്ങൾ രചിച്ചത്. അപ്പൊ ഈ ദിവ്യദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവ്യദേശമാണ് കാഞ്ചീപുരത്തുള്ള ഈ പാണ്ഡവദൂതർ ക്ഷേത്രം എന്ന് പറയുന്നത്. പാണ്ഡവർക്ക് ദൂതുമായിട്ട് പോയ ഭഗവാൻ, ആ ഭഗവാന്റെ വിശ്വരൂപം. അപ്പം ഈ സാധാരണ നമ്മൾ പോകുമ്പോൾ, ഈ ദിവ്യദേശങ്ങളിൽ പോകുമ്പോൾ, ഒന്നിലേ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന പോസ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുന്ന പോസ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ നിൽക്കുന്ന പോസ്റ്ററിലായിരിക്കും. അപ്പം അതിൽ തന്നെ 2 കൈകളിൽ ഇരിക്കുന്നതുണ്ട്, 4 കൈകളിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ 2 കൈകളിൽ ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ് ഇവിടെ ആ ഒരു 25 അടി ഹൈറ്റുള്ള ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത്. അത് പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണുള്ളത്. പിന്നെ ഇത് റിനോവേഷനൊക്കെ ചെയ്തത് ചോളചേര പാണ്ഡ്യ രാജാക്കന്മാരാണ് ഇത് പിന്നെ റിനോവേഷൻ ചെയ്തത് പല്ലവരുടെ കാലത്തിൽ. അപ്പോൾ എത്ര കൊല്ലം പഴക്കം, 2000-ന് മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ്. 2000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ പാണ്ഡവദൂത ക്ഷേത്രം. കാഞ്ചീപുരത്തുള്ള ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും, ഏകദേശം 100ഓളം ക്ഷേത്രങ്ങളുണ്ട്, 17ഓളം ദിവ്യദേശങ്ങളുണ്ട്. പിന്നെ കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രമുണ്ട്. കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രം നിങ്ങൾക്ക് അറിയില്ല, 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രം. ദേവിയുടെ നാഭി വന്ന് പതിച്ച സ്ഥലമാണ് സതീദേവിയുടെ. അപ്പം അതൊരു പ്രത്യേകത. പിന്നെ ശ്രീ ശങ്കരാചാര്യരുടെ 4 സ്ഥലത്ത്, ഭാരതത്തിന്റെ 4 കോർണറിൽ ശക്തി പീഠങ്ങളിൽ ഈ ഭാരതത്തിന്റെ രക്ഷാ ചക്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ചക്രങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഭാരതത്തിന്റെ ജനങ്ങൾക്കും, അതായത് എന്താ പറയാ,
ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ ആ ഒരു ശ്രീചക്രം അത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. ശ്രീ ശങ്കരാചാര്യരാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാഞ്ചീപുരത്ത് വരിക. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിവൈൻ പ്ലേസ് ആണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു അമ്പലം എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 5 മിനിറ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഴക്കം ചെന്ന അമ്പലങ്ങൾ എല്ലാം തന്നെ 1600 മേലെ വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ പാണ്ഡവദൂതർ പെരുമാളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇത് ഈ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. നാളെ നരസിംഹ ജയന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.